ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 കായയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളയണം. തൊലി ഒന്ന് ചീവി എടുത്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള സൈസിന് മുറിച്ചെടുക്കാം. ഞാനിന്നിപ്പം ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വെന്ത് കിട്ടാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സൈസിനാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ 2ആയിട്ട് കീറി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നിൽക്കുന്ന രീതിക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ മതിയാവും കഷ്ണം ഒന്ന് വെന്ത് കിട്ടാൻ. ഈ നേരം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഉള്ളി, 1/2 സ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ വേവ് മനസ്സിലാവും. എനിക്ക് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. കൂടെ തന്നെ ചാറിൻ്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ട രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് അരപ്പൊന്നും വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം കറി തിളപ്പിക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് കടുക്, ഉലുവ, അതേപോലെ തന്നെ ഒരു 3-4 ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ താളിപ്പും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.